ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് അവയെ മോഷ്ടിച്ച രേഖകൾ എന്ന് വിളിക്കാം. അത് ഞങ്ങളെ ബാധിക്കുന്നതല്ല. രേഖ ആര് കൈമാറിയെന്ന വിവരം ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും ലഭിക്കില്ല. പക്ഷേ രേഖകളും വാർത്തകളും സ്വയം സംസാരിക്കുന്നുണ്ട്. ആധികാരിക രേഖകളാണ് അവ. ഇത് ഹിന്ദുവിലെ എൻ റാമിന്റെ വാക്കുകളാണ്. ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നത് ഡൊമിനിക് പ്രസന്റേഷൻ, ഒപ്പം പുരുഷോത്തമൻ ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു, BJP നേതാവ്, SK സജീഷ് CPIM-ന്റെ നേതാവ്, ഒപ്പം ഇന്ത്യ ടുഡേ പ്രതിനിധീകരിച്ചുകൊണ്ട് ജീമോൻ ജേക്കബും. ഞാൻ ആദ്യം ഈ ചർച്ചയിൽ തീർച്ചയായും ജീമോൻ ജേക്കബിലേക്ക് തന്നെ പോകുന്നു. ശ്രീ ജീമോൻ, ഈ ഘട്ടത്തിൽ താങ്കൾക്ക് വളരെ ആധികാരികമായി നിർണായകമായി ഇതിനുള്ളിൽ സംസാരിക്കാൻ കഴിയും. ന്യൂസ് ആൻഡ് ന്യൂസ് പരിശോധിക്കുന്നതും അത് തന്നെയാണ്. ഒരുപക്ഷെ ഒരു ഇടവേളയ്ക്ക് ശേഷം രാജ്യത്താകമാനം ഒരു മാധ്യമ പ്രവർത്തകനെ, ഒരു മാധ്യമ സ്ഥാപനത്തിനെ ചർച്ച ചെയ്യുന്നു. അതിന്റെ പരിശോധനകൾ നടക്കുന്നു. വളരെ ആധികാരികമായ ചില രേഖകൾ നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് നഷ്ടമാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചില വാർത്തകൾ രാജ്യത്തെ ജനങ്ങളോട് സംവദിക്കപ്പെടുന്നു. പക്ഷേ ദേശദ്രോഹപരം എന്ന് വിളിക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ആകെ കൊണ്ടുപോവുകയാണ്. എങ്ങനെ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നു ജീമോൻ? ഞാൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചാൽ തന്നെ ഞാനൊരു രാജ്യദ്രോഹിയായി മാറുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ. ഈ ഘട്ടത്തിൽ പുറത്ത് ആയ രേഖകൾ ഒരു ദിനപത്രം വളരെ ചരിത്രപരമായിട്ട് നമ്മളുടെ വായനാശീലത്തെ രൂപപ്പെടുത്തിയ ഒരു ദിനപത്രമാണ് ആ വാർത്ത പുറത്തുവിട്ടത്. അവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ എഴുതിയ വാർത്തകളുമായിട്ട് നമ്മുടെ ജനങ്ങളെ അരികിലെത്തുകയും അത് പിന്നീട് തമസ്കരിക്കപ്പെടുകയും അതിനുശേഷം ആ വാർത്തകൾ എങ്ങനെ കണ്ടെത്തിയെന്നുള്ള ആലോചനാ വിഷയങ്ങളുമായിട്ട് ഒരു ഗവൺമെന്റ് മുന്നോട്ട് വരികയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സത്യം പറയുന്നതാണോ അതോ കള്ളം പറയുന്നതാണോ ഒരു ഗവൺമെന്റിന് അഭികാമ്യം എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഈ ഗവൺമെന്റിൽ മാത്രമല്ല, വളരെ കാലങ്ങളായിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള ഒരു സംവിധാനമാണ്. എല്ലാവരും നമ്മുടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ ആഘോഷിക്കുകയും അടിയന്തരാവസ്ഥ കാലത്ത് പോലും അതിനെതിരെ തിരിച്ചടികളുമായിട്ട് നിന്ന പത്രപ്രവർത്തനത്തെ, പാരമ്പര്യത്തെ പ്രഘോഷിക്കുകയും ചെയ്തൊരു നാടാണ്. ആ നാടാണ് ഇന്ന് സത്യം പറയുന്നതിൻ്റെ പേരിൽ മാധ്യമങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ കള്ളം പറയുന്നു എന്നുള്ളൊരു രാഷ്ട്രീയ പ്രചരണവുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നു. എന്തുകൊണ്ടാണത്? ഒരു തെരഞ്ഞെടുപ്പിന് രാജ്യം അഭിമുഖീകരിക്കുമ്പോൾ കുറേ രാഷ്ട്രീയ പാർട്ടികൾക്ക് കള്ളം പറയേണ്ടി വരുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അല്ലാതെ ഇപ്പോൾ റഫാൽ ഡീലിൽ നടന്ന അഴിമതിയോ അല്ലെങ്കിൽ ആരഴിമതി നടത്തിയെന്നുള്ളതോ ഒരു രാജ്യം ചർച്ച ചെയ്യുന്നില്ല. ആകെ ചർച്ച ചെയ്യുന്നത് എന്താണ്? ആ അഴിമതിയെ പുറത്താക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച ഒരു പത്രപ്രവർത്തന ദൗത്യത്തെ, അതിൻ്റെ വിശ്വാസ്യതയെ അത് നിയമപരമായും മറ്റുള്ള രീതിയിലും തുരങ്കം വെക്കുന്നതിനാണ് ഒരു ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നത്. ശ്രീ ജീമോൻ, താങ്കൾ പറയുന്നതിന്റെ ഒരു പടി കൂടി കടന്ന് FIR രജിസ്റ്റർ ചെയ്ത് അകത്താക്കണമെന്നാണ് അവർ പറയുന്നത്. അഴിമതി ആര് നടത്തിയാൽ മാധ്യമപ്രവർത്തകരെ അകത്താക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ വാർത്തകൾ രാജ്യത്തിനോട് സംവദിച്ച ആളുകൾ രാജ്യദ്രോഹപരമായി തെറ്റ് ചെയ്തിരിക്കുന്നു. വളരെ നിർണായകമായ രാജ്യത്തിന്റെ രഹസ്യ സ്വഭാവമുള്ള രഹസ്യ രേഖകൾ എന്ന് സൂക്ഷിക്കപ്പെട്ട, അങ്ങനെ എഴുതപ്പെട്ട രേഖകൾ പുറത്തു പോകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വാർത്തകൾ വരുന്നു. രാജ്യമാകെ അത് ചർച്ചയാകുന്നു. രാജ്യദ്രോഹപരമായ കുറ്റം, ഔദ്യോഗിക രഹസ്യത്തെ അട്ടിമറിക്കുന്നു. ഇവരെ പിടിച്ച് അകത്താക്കണമെന്നാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ കേന്ദ്രമെടുത്ത നിലപാട്. അതെ, കേന്ദ്രമെടുത്ത നിലപാട്
ഈ വാർത്തകൾ പ്രസിദ്ധീകരിച്ച സ്ഥാപനത്തെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പത്രപ്രവർത്തകരെയും ജയിലിലടക്കണം, അല്ലെങ്കിൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ള നിലപാടാണ്. ഇത് ഭയങ്കര നിരാശാജനകമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഡിഫൻസ് ഡീലുകൾ നമ്മളുടെ ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബോഫോസ് വെറും 186 കോടി രൂപ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 3000 കോടി രൂപയുടെ ഒരു അഴിമതിയാണ്. അപ്പോൾ 186 കോടി രൂപയിൽ നിന്ന് 3000 കോടിയിലേക്കുള്ളൊരു പ്രയാണം മാത്രമാണിത്. പത്രപ്രവർത്തകരെ തുറുങ്കിലടക്കുകയോ അല്ലെങ്കിൽ പത്രപ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ രീതികളായിരിക്കാം. പക്ഷേ ഇതൊക്കെ നോക്കി നിൽക്കുന്ന ഒരു ജനം പുറത്തുണ്ട്. അതിലുപരി നീതിന്യായ വ്യവസ്ഥകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെയൊന്നും ഒരു പത്രപ്രവർത്തകനും ഒരു ഭീഷണിയായിട്ട് കരുതുമെന്നോ അല്ലെങ്കിൽ അയാളുടെ ദൗത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ അയാളെ പരാജയപ്പെടുത്താനായിട്ടുള്ള ഓരോ ടൂളുകളാവുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യം എന്നായാലും പുറത്തു വരും. അഴിമതി എന്നായിരുന്നാലും ആര് നടത്തിയതായാലും അഴിമതി പുറത്തു വരുന്നതാണ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കൾ ഈ ഘട്ടത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഇത് ജീമോൻ ജേക്കബ് പറയുന്നത് ഇവിടെ ഈ ഭീഷണികൾക്ക് മുന്നിൽ നിലച്ചു പോകില്ല. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്, മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്, അങ്ങനെ പറയൂ. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഒട്ടും നിസ്സാരമല്ല ഇപ്പോൾ കേന്ദ്രം കൈക്കൊള്ളുന്ന നിലപാടുകൾ. ഒരു പത്രം വളരെ നിർണായകമായി രാജ്യത്തെ ജനങ്ങളോട് സംവദിക്കുകയാണ്. അതും പ്രതിരോധ മേഖലയെ സംബന്ധിക്കുന്ന വലിയ അട്ടിമറി രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്നു. എൻറാം പറയുന്നത് തന്റെ രേഖകൾ അല്ലെങ്കിൽ താൻ പത്രത്തിലൂടെ സംവദിച്ച തന്റെ അക്ഷരങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക തന്നെയാണ് എന്നാണ്. പക്ഷെ അതിനെ നിശബ്ദമാക്കാൻ വേണ്ടി വളരെ ബോധപൂർവമായ ശ്രമം, അതും ഈ ജനാധിപത്യ രാജ്യത്തിന്റെ നിയമ സംഹിതകൾ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടാനുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടക്കുന്നു. ഇത്ര നിസാരമായോ ഇത്ര ലഘുവായോ കേന്ദ്രീകരിക്കാവുന്ന ഇലക്ഷൻ പ്രവർത്തനമല്ല നിങ്ങൾക്ക് മുന്നിലുള്ളത്. വലിയ വെല്ലുവിളിയാണ് ഈ രാജ്യത്തെ മാധ്യമങ്ങൾക്ക് മേലെ പോലും ഉയർന്നു വരുന്നത്. ഡൊമിനിക്, ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്നലെ പല ചാനലുകളിലും അത് ഇന്നത്തെ പത്രത്തിലും നമ്മുടെ മലയാളി കൂടിയായ അവിടെ അറ്റോർണി ജനറൽ ശ്രീ കെ വേണുഗോപാൽ സുപ്രീം കോടതിയിൽ വെച്ച അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെന്റ്സ് എന്നെ അത്ഭുതപ്പെടുത്തി. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിൽ, സ്വതന്ത്ര ഇന്ത്യയിൽ നെഹ്റുവിൻ്റെ കാലം തൊട്ട് ഇതുപോലെ പല അഴിമതി ഉണ്ടായപ്പോഴേക്കും അതിൻ്റെ രേഖകളൊക്കെ പത്രങ്ങൾ പബ്ലിഷ് ചെയ്യുകയും പല എംപിമാരും അതെടുത്ത് പാർലമെന്റിൽ കൊണ്ടുവരികയൊക്കെയുള്ള പാരമ്പര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം തന്നെ ബോഫേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ബോഫേഴ്സിൻ്റെ എനിക്ക് ഒരു ചിത്ര എന്ന് പറയുന്ന ഒരു ഹിന്ദുവിൻ്റെ വിദേശ ലേഖയാണെന്ന് തോന്നുന്നു, അവരാണ് ഇത് ആദ്യം പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒരു വളരെ കൃത്യമായ ഒരു പത്രം, ഹിന്ദു എന്ന് പറയുന്നത് വളരെ പാരമ്പര്യമുള്ള ഒരു പത്രമാണ്. ആ പത്രം അതിൻ്റെ നേരത്തെയുള്ള എഡിറ്റർ, ഇപ്പോൾ അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് പോലും ആയ അദ്ദേഹം തന്നെ ഉത്തരവാദിത്തം ഏറ്റുകൊണ്ട് ഞാൻ കിട്ടിയ ഒരു രേഖ അത് ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് വെച്ച് ഗവൺമെൻറ് ചെയ്യേണ്ടത്, സുപ്രീം കോടതി പറയേണ്ടത് എന്തായിരുന്നു? ഞങ്ങൾ അന്വേഷിക്കാമെന്നല്ല പറയേണ്ടത്. അതിന് പകരം അന്വേഷിക്കുമെന്ന് എവിടെയാണ് ഇത് മോഷണം പോയി അന്വേഷിക്കുന്ന ഗവൺമെൻറ് പറയുന്നത്? അപ്പം അതുകൊണ്ട് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഗവൺമെൻറ് എന്തോ മറക്കാനുണ്ട്. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ഈവിൽ ഈ ഒരു കാര്യം പുറത്തേക്ക് വരാനും നരേന്ദ്രമോദിയും ഗവൺമെൻറ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പത്രത്തെ അത് പബ്ലിഷ് ചെയ്ത പത്രക്കാരെയും മറ്റുള്ളവർക്കൊരു സന്ദേശമാണ്. ഇന്ന് ഞങ്ങൾ ഹിന്ദുവിൻ്റെ റാമിനെതിരായിട്ട് ഞങ്ങൾ നീങ്ങും എന്നുള്ള സന്ദേശം മറ്റെല്ലാവർക്കുമാണ്. ആര് ചെയ്താലും ഞങ്ങളുടെ ഈ അഴിമതി അന്വേഷിക്കണമെന്ന് ആര് ചെയ്താലും അതിന് തെളിവ് കൊണ്ടുവന്നാലും ഞങ്ങളത് അംഗീകരിക്കില്ല. മറിച്ച് ഞങ്ങൾ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കും, നിങ്ങൾ ഒരു ഭീഷണിയുടെ സ്വരമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എൻ്റെ വിശ്വാസം സുപ്രീം കോടതി 14-ാം തീയതി കേസ് കേൾക്കുമ്പോഴേക്കും എന്തെങ്കിലും തീരുമാനം ഉണ്ടാവുമെന്ന് എൻ്റെ പ്രതീക്ഷ. പക്ഷെ ഞങ്ങളിത് ചെക്കപ്പ് ചെയ്യുന്നു. ശ്രീ രാഹുൽ ഗാന്ധി നിരന്തരമായി പറയുന്ന കാര്യമാണ് ഈ റാഫേൽ ഡീലിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഈ പുതിയ യുദ്ധ സാഹചര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അത് വെച്ചിട്ട് ഇത് അന്വേഷണത്തെ അട്ടിമറിക്കാനോ അല്ല അന്വേഷണം നടത്താതിരിക്കാനോ ശ്രമിക്കുകയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഒരു അന്വേഷണത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് മാത്രമല്ല, ഇത് ആരാണ് ഈ കേസുമായി പോകുന്നത്?
പ്രതിപക്ഷങ്ങളല്ലല്ലോ, BJP-യിൽ നിന്നിരുന്ന നേതാക്കൾ തന്നെയാണ് ഈ കേസുമായി പോയിട്ടുള്ളത് സുപ്രീം കോടതിയിൽ. അതിനേക്കാൾ ഒരു വേറെ രസം എന്താണ്, ആദ്യം സുപ്രീം കോടതി അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വന്നു. ഗവൺമെന്റ് ഒരു കള്ളം പറഞ്ഞു, സുപ്രീം കോടതിയെ പറ്റിച്ചു. CAG റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ CAG റിപ്പോർട്ടിൽ ഇങ്ങനെ ഉണ്ട് എന്നുകൂടെ സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കുകയും അതിനെ കറക്ഷൻ പെറ്റീഷൻ വരെ കൊടുത്തിരിക്കുക ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ മറക്കാനുണ്ട്. അല്ലെങ്കിൽ CAG റിപ്പോർട്ട് പാർലമെന്റിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ സുപ്രീം കോടതി പറയുമോ? അവരെ രഹസ്യ സീൽഡ് കവറിലാണ് കൊടുത്തത്. അപ്പൊ ഗവൺമെന്റ് എന്തോ മറക്കാനുണ്ട് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് അന്വേഷണത്തിലേക്ക് തന്നെ പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ശ്രീ പുരുഷോത്തമൻ, ഞാൻ SK സജീഷിലേക്ക് എത്താം. ഡൊമിനിക് തുടരുക ഈ വാക്കുകൾക്ക്. ശ്രീ ജിമോൻ താങ്കളും. ശ്രീ പുരുഷോത്തമൻ, താങ്കൾ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നത്തിന് നടുവിലാണ്. ഞങ്ങൾ ചോദിക്കുന്നത് ഒരു അല്പം ലാഗ് ചെയ്തേ താങ്കൾക്ക് കേൾക്കാനാകൂ. എങ്കിലും താങ്കളിലേക്ക് എത്തുകയാണ്. എന്താണ് ഈ ഘട്ടത്തിൽ BJP രാജ്യത്തെ ജനങ്ങളോട് പറയുന്നത്? വലിയൊരു മാധ്യമ ചരിത്രം, അതിന്റെ പാരമ്പര്യമുള്ള നാടുകൂടിയാണ് ഇന്ത്യ. പല കാര്യങ്ങളും പറയുന്നതിൽ, ജനങ്ങളെ നയിക്കുന്നതിൽ നിർണായകമായ ദിശാബോധം പകർന്നു കൊടുത്തിട്ടുള്ള ഒരു ചരിത്രം. ഈ ഘട്ടത്തിലാണ് നിങ്ങൾ പറയുന്നത് ആ മാധ്യമത്തിനെ ജയിലറയ്ക്കുള്ളിൽ ആക്കണമെന്ന്. പക്ഷേ അത് എഴുതിയ വ്യക്തി ഇപ്പോഴും രാജ്യത്തോട് പറയുന്നു ആ രേഖകൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുമെന്ന്. നിങ്ങളുടെ നിലപാട് മാറുന്നുണ്ടോ പുരുഷോത്തമൻ? അതോ നിങ്ങൾ ഇപ്പോഴും ഇന്നും ഉറപ്പിച്ചു പറയുന്നു അവർ ജയിലിലടക്കപ്പെടേണ്ടവർ തന്നെയാണെന്ന്? തീർച്ചയായിട്ടും അവർ ജയിലിൽ അടയ്ക്കപ്പെടേണ്ടവർ തന്നെയാണ്. ഞാനിപ്പോൾ പറയുന്നത് ഈ ഞാനും പത്രപ്രവർത്തകനാണ്. എൻ്റെ സുഹൃത്ത് ജിമോൻ ജേക്കബ്, അദ്ദേഹം പത്രപ്രവർത്തകനാണ്. ഒരു പത്രപ്രവർത്തകനെയും ജയിലിലടയ്ക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് താല്പര്യമില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എൻ രാം എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം പത്ര മുതലാളിയാണ്. ജിമോൻ പറഞ്ഞു പത്രപ്രവർത്തകരെ എല്ലാം ജയിലിലടയ്ക്കും. ജീവൻ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. എൻ രാം എന്ന് പറഞ്ഞ വ്യക്തി ഒരു പത്ര മുതലാളിയാണ്. അത് മാലിനി പാർത്ഥസാരഥിയെ മാറ്റിയിട്ട് എൻ രവിയായിട്ട് ഒത്തുകളിച്ചിട്ട് അയാൾ എഡിറ്റർ ആയതാണ് എൻ രാം. പ്രതിരോധ വകുപ്പിനുള്ളിൽ നിന്ന് ഈ രേഖകൾ മോഷ്ടിച്ചവരെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? ഇന്നലെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചതുമാണത്. പുരുഷോത്തമൻ, നിങ്ങളൊരു മാധ്യമ സ്ഥാപനത്തിന് പറഞ്ഞോളൂ, അതിന്റെ ഉറവിടത്തെ അന്വേഷിച്ചോളൂ, കുറ്റം പറഞ്ഞോളൂ, തെറ്റില്ല. പക്ഷെ നിങ്ങളുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് നിർണായകമായ രേഖകൾ പുറത്തു പോകുന്നു. എങ്ങനെ, എന്ത് നടപടി ഉണ്ടായി? പത്രം ഇതിന്റെ ഇടയിൽ BJP-യിലെ ചില അവസരവാദികൾ അവരെ കൂടെ കൂട്ടുപിടിച്ച് ഫാബ്രിക്കേറ്റ് ചെയ്ത കോൺക്ലോട്ട് ചെയ്ത സ്റ്റോറിയാണ് ഇതിനെതിരെ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഇതിനെ പ്രശാന്ത് ഭൂഷണും കൂട്ടരും ജയിലിൽ പോയാൽ, എൻ രാമും ഒക്കെ ജയിലിൽ പോയാൽ പത്രപ്രവർത്തകരാണെന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയല്ല. എൻ രാമും പ്രശാന്ത് ഭൂഷണും പത്രപ്രവർത്തകരെ അല്ല. എൻ രാം ഒരു അഭിഭാഷകനാണ്, അല്ല പ്രശാന്ത് ഭൂഷൺ ഒരു അഭിഭാഷകനാണ്, എൻ രാം ഒരു പത്ര മുതലാളിയാണ്. ഇവർ രണ്ടുപേരും ജയിലിൽ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തികച്ചും നരേന്ദ്രമോദി സർക്കാരിനെ എങ്ങനെയെങ്കിലും ബൈ ഹൂക്ക് ഓർ ക്രൂക്ക് ഏത് വിധത്തിലെങ്കിലും താഴെ ഇറക്കണം എന്നുള്ള വൺ പോയിന്റ് പ്രോഗ്രാമുമായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് എൻ രാമും പ്രശാന്ത് ഭൂഷണും ഉൾപ്പെടെയുള്ള ആൾക്കാർ ജയിലിൽ പോകുന്ന പശ്ചാത്തലത്തിൽ പത്രപ്രവർത്തകരെ എല്ലാം ജയിലിൽ അടയ്ക്കുന്നു എന്ന് പറയുന്നതിനോട് ഒരു കാരണവശാലും സത്യമല്ല, അതിനോട് യോജിക്കാനാവില്ല. കാരണം ഞാനും ഈ എൻ്റെ സുഹൃത്ത് ജയ്മോൻ ജേക്കബും ഞങ്ങളെല്ലാവരും പത്രപ്രവർത്തകരാണ്. എന്താണ് എനിക്ക് അവസരത്തിൽ പറയാതെ, സുതാര്യമാണ് ഈ ഡിഫൻസ് ഡീല് നടന്നിട്ടുള്ള റഫേൽ ഡീല് വളരെ സുതാര്യമാണ്. ഞാൻ ഈ ചാനലിൽ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം കൂടാണത്. അതിനിടയ്ക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കണ്ടുപിടിച്ച് ഇപ്പൊ നോക്കിയ നരേന്ദ്രമോദി വേഴ്സസ് ഒപ്പോസിഷൻ എല്ലാവരും കൂടെ ഒന്നിച്ചു. ഇത് പണ്ട് നേരത്തെ ഒന്നിച്ചാണ്. ഇപ്പൊ ഏത് വന്നാലും ജിമോൻ ജേക്കബ് പറഞ്ഞാലും ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും അധികാരത്തിൽ വരാൻ പോവുകയാണ്. അതൊരു കനത്ത തിരിച്ചടിയായി ഈ രാജ്യത്തിന് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അകത്തു പോകേണ്ടവർ തന്നെയാണ് ഈ കാര്യങ്ങൾ ജനങ്ങളോട് സംവദിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ നമ്മുടെ നാടിന് മുന്നിൽ വയ്ക്കുമ്പോൾ നരേന്ദ്രമോദി വീണ്ടും ജയിച്ചു വന്നാൽ
പിന്നെ ഇന്ത്യയിലെ ജനങ്ങളെ ഏത് നിരയിലേക്കാണ് മാറ്റി നിർത്തേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. SK സജീഷ്, എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഇതിനെ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും പുരുഷോത്തമന് അങ്ങനെ സംസാരിക്കാനാകൂ എന്നുകൂടി ഞാൻ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. അങ്ങനെയാണോ? അല്ല, അദ്ദേഹം ഇപ്പോൾ അഭിപ്രായം പറയുകയല്ല ചെയ്തത്. അദ്ദേഹം ഈ രാജ്യത്തെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ഭീഷണിയാണ് അവരുടെ രാഷ്ട്രീയം. അതായത് നരേന്ദ്രമോദി ഈ വിഷയത്തിനകത്ത് കളവ് നടത്തിയെന്ന് പകൽ പോലെ വ്യക്തമാണ്. അതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചോദിച്ചത്. ആരോപണങ്ങൾ വരുമ്പോൾ നിങ്ങൾ രാജ്യസുരക്ഷയിൽ അഭയം തേടുകയാണോ എന്ന ചോദ്യം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം നമ്മൾ കാണേണ്ടത്, ഇവർ പറയുന്നത് മോഷ്ടിക്കപ്പെട്ടു എന്നാണ്. മോഷ്ടിക്കപ്പെട്ട തെളിവ് സ്വീകരിക്കരുത് എന്നാണ്. അപ്പോ അത് തെളിവ് തന്നെയാണ്. നിങ്ങൾ അഴിമതി നടത്തി എന്നത് തെളിവുണ്ട് എന്ന് നിങ്ങൾ സുപ്രീം കോടതിയിൽ പറയുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളെല്ലാം കൃത്യമാണ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഏറ്റവും ലളിതമായ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾ എന്തിനാണ് 126 വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചത്? നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ രാജ്യസുരക്ഷയെക്കുറിച്ച് പറയുന്നവർ 36 ചുരുക്കിയത്? 2012 126 വിമാനങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ ദേശസ്നേഹത്തെക്കുറിച്ച് പറയുന്ന നിങ്ങൾ എന്തിനാണ് അത് 36 ചുരുക്കിയത്? എന്തുകൊണ്ട് നിങ്ങൾ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് വേണ്ട എന്ന് വെച്ചു? ഈ വിമാനങ്ങൾ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ കൈമാറേണ്ടതായിരുന്നല്ലോ. എന്തുകൊണ്ട് സാങ്കേതിക വിദ്യ വേണ്ട എന്ന് വെച്ചു? എന്തിനാണ് നിങ്ങൾ HAL-നെ ഒഴിവാക്കിയത്? HAL-നെ ഒഴിവാക്കിയതിന്റെ കാരണം എന്താണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റിനെ ഒഴിവാക്കിയതിന്റെ കാരണം എന്താണ്? നിങ്ങൾ പകരം ഏൽപ്പിച്ച റിലയൻസ് ഡിഫൻസ് ഉണ്ടല്ലോ, ആ റിലയൻസ് ഡിഫൻസിന് എന്ത് പരിചയമാണുള്ളത്? അവരുണ്ടാക്കിയ ഏതെങ്കിലും ഒരു വിമാനത്തിന്റെ പേര് പറയാൻ വേണ്ടി പറ്റുമോ? ഒരു കടലാസ് വിമാനത്തെ നിർമ്മിച്ചതിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ആ റിലയൻസ് ഡിഫൻസ് ഈ രാജ്യത്ത് ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? എന്താണ് അവരുടെ മുൻപരിചയം എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇതൊന്നും പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. നമുക്കറിയാം, ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ നിർമ്മിച്ച് പരിചയമുള്ള കമ്പനിയാണ്, ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനമാണ് HAL. നിങ്ങൾ HAL-നെ ഇതിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് മാത്രമല്ല ചെയ്തത്, HAL-ന്റെ ഓഹരി വിറ്റുകൊണ്ട് അതിനെ ഇനിയൊരു ഇത്തരം കരാറുണ്ടാക്കാൻ വേണ്ടി ഇനി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനം ഉണ്ടാകരുത് എന്ന് കരുതി അതിനെ വിൽക്കാൻ ഉൾപ്പെടെ നിങ്ങൾ തീരുമാനിച്ചു. എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് പകൽ പോലെ രാജ്യത്തെ ജനങ്ങൾക്ക് വ്യക്തമല്ലേ? ഇപ്പൊ നരേന്ദ്രമോദി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട്. നരേന്ദ്രമോദിയാണ് കള്ളൻ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന മാധ്യമങ്ങൾ അത് പറയുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങളെ ജയിലിലടയ്ക്കുമോ? നിങ്ങൾ ആരെയൊക്കെ ജയിലിലടക്കും? നിങ്ങൾ ഈ രാജ്യത്തെ 130 കോടി ജനങ്ങളെയും ജയിലിലടക്കുകയും നിങ്ങൾ പുറത്തു നിൽക്കുകയും ചെയ്താൽ നിങ്ങൾ അസംബന്ധമാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ജയിലിലടക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ ജനങ്ങൾ ജയിലിലാവുകയല്ല, നിങ്ങൾ ജനങ്ങളുടെ ഉള്ളിലാവുകയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജനങ്ങൾ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ത്യൻ പാർലമെന്റിൽ 30 വർഷത്തിന് ശേഷം ഒറ്റയ്ക്ക് ഭൂരിപക്ഷവുമായി വന്നവരല്ലേ നിങ്ങൾക്ക് പറയാൻ വേണ്ടി. ശ്രീ പുരുഷോത്തമൻ പറയും, ഇപ്പൊ മോദിക്ക് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടോ ഇന്ത്യൻ പാർലമെന്റിൽ? 2014 അധികാരത്തിൽ വരുമ്പോ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ, 282 സീറ്റ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ 268 ഉള്ളൂ. ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം പോയില്ലേ? തോൽപ്പിച്ചതാണ് ഇന്ത്യയിലെ ജനത. 4.25 വർഷം കൊണ്ട് ഈ ജനതയ്ക്ക് നേരെ നിങ്ങൾ നടത്തിയ വെല്ലുവിളി, നിങ്ങൾ നടത്തിയ അഴിമതി, നിങ്ങൾ നടത്തിയ വർഗീയതയുടെ പേരുള്ള കൊലപാതകങ്ങൾ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും അപകടപ്പെടുത്താൻ നിങ്ങൾ നടത്തിയ ശ്രമം, എന്തുകൊണ്ട് ഈ രാജ്യത്തെ മാധ്യമങ്ങളെ ജനാധിപത്യത്തിലെ 4ാം തൂണായി അറിയപ്പെടുന്നു? ഈ രാജ്യത്തിന്റെ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ലെജിസ്ലേച്ചറും ജനാധിപത്യത്തിന്റെ പ്രധാന 3 തൂണുകളായി നിൽക്കുമ്പോൾ ആ തൂണുകളുടെ പുറത്തു നിന്നുകൊണ്ട് ഈ ഓരോന്നിലും എന്തെങ്കിലും കരടുണ്ടെങ്കിൽ പരസ്പരം ശ്രദ്ധയിലെത്തിക്കാനുള്ള 4ാമത്തെ തൂണായി ഇന്ത്യയിൽ മാധ്യമങ്ങളെ കാണുന്നു. അതിനെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണോ? അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ നിൽക്കില്ല. കാരണം നിങ്ങളിപ്പോ 30,000 കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കി കൊടുത്ത റിലയൻസ് അവർ ഈ രാജ്യത്തെ 18ഓളം ചാനലുകളും പ്രധാനപ്പെട്ട ചാനലുകളും എല്ലാം ഇംഗ്ലീഷ് ചാനലുകളും ഉൾപ്പെടെ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോ വാർത്തകൾ അവർ നിങ്ങൾക്ക് വേണ്ടി സംരക്ഷണം ചെയ്തുകൊള്ളും. അല്ലാതെ സ്വതന്ത്രമായ വാർത്തകൾ സംരക്ഷണം ചെയ്യുന്ന മാധ്യമങ്ങളെയെല്ലാം നിങ്ങൾ മൂടിക്കെട്ടും എന്ന് പറഞ്ഞാൽ നിൽക്കില്ല. ഇത് ജനാധിപത്യ ഇന്ത്യയാണ്. ഈ ഇന്ത്യ നിങ്ങൾക്ക് മറുപടി നൽകും. ആ മറുപടിയാണ് 2019 ഇപ്പോ നമ്മുടെ മുന്നിൽ ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ പരാജയം ഏറ്റുവാങ്ങും. അത് നിങ്ങൾ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നതുകൊണ്ടാണ്. അതിന് ജനങ്ങൾ മറുപടി നൽകും. ജനങ്ങളാണ് തീരുമാനിക്കുക. അല്ലാതെ ഇപ്പോ നരേന്ദ്രമോദി തീരുമാനിച്ചാലോ BJP തീരുമാനിച്ചാലോ എൻ റാം പോലെ ഇന്ത്യ ആദരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്തി ജയിലിലാക്കി കളയാം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇന്ത്യയിൽ
അതിന് മാത്രം ജനാധിപത്യം ചോർന്നു പോയിട്ടില്ല ഇന്ത്യയിൽ എന്ന് തന്നെയാണ് പറയുന്നത്. ജിമോൻ ജേക്കബ്, താങ്കൾ ഒരു ദേശീയ മാധ്യമത്തിനെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹം അതിനെ ചേർത്ത് വെക്കുകയും ചെയ്തു. ഞാനും താങ്കളും ഒരു മാധ്യമ പ്രവർത്തകനാണല്ലോ എന്നാണ് പുരുഷോത്തമൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് താങ്കൾ കേട്ടതുമാണ്. വളരെ നിർണായകമായ 1-2 കാര്യങ്ങളുണ്ട്. ഇന്ത്യയെ പോലെ ഒരു നിർണായകമായ ശക്തി, അതിന്റെ പ്രതിരോധ മന്ത്രാലയത്തിലെ ആളുകൾ നെഗോസിയേഷനിലേക്ക് കടക്കുന്ന വിലപേശൽ എന്ന അവരുടെ ശേഷിയെ പ്രധാനമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് മോദി അട്ടിമറിച്ചു എന്ന നിർണായകമായ ഒരു വിവരം ഇന്ത്യയിലോട് പങ്കുവെക്കുന്നത് ഹിന്ദുവാണ്. അതായത് അതിലെ തന്നെ ഈ ചർച്ചകൾക്ക് നിയോഗിക്കപ്പെട്ട ഔദ്യോഗിക പാനലിലെ 3 ഉദ്യോഗസ്ഥർ വിയോജനക്കുറിപ്പ് എഴുതി. ഇങ്ങനെ വ്യക്തിപരമായി അതിനുള്ളിൽ ഇടപെടരുത്, പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിലപേശൽ ശേഷിയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത് എന്ന് നിരന്തരം പറഞ്ഞു. കേട്ടില്ല. അതിന് വിയോജനക്കുറിപ്പ് എഴുതി, അതും പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇതെല്ലാം കടൽ തിരമാലകൾ പോലെ അടിച്ചു വരുന്നു. അപ്പോഴും പുരുഷോത്തമൻ പറയുന്നു മോദി തന്നെ അധികാരത്തിൽ വരുമെന്ന്. എന്ത് ധാരണയുടെ പുറത്തായിരിക്കും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ അതിനെ നിരീക്ഷിക്കുന്നത്? ഒരു പറച്ചിലുണ്ടല്ലോ, ഈ നാട്ടിൽ എന്തൊക്കെ ചെയ്താലും ഇവർ മത്സരിച്ചാൽ വീണ്ടും ജനങ്ങൾ അവരെ തെരഞ്ഞെടുക്കും എന്ന ധാരണ തന്നെയാണോ ഈ നൂറ്റാണ്ടിലും ഇന്ത്യയോട് അല്ലെങ്കിൽ നമ്മുടെ നാടിനോട് ഈ പുരുഷോത്തമൻ പറഞ്ഞു വെക്കുന്നത്? ജിമോൻ, പുരുഷോത്തമൻ എൻ്റെ നല്ല അടുത്ത സുഹൃത്താണ്. 26 വർഷമായിട്ട് അറിയാം. ഒരു പാവം മനുഷ്യനും കൂടിയാണ്. പക്ഷേ പുരുഷോത്തമൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, പുരുഷോത്തമൻ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ്. അങ്ങനെ ഞാൻ പറയാൻ പാടില്ല ഒരു ചർച്ചയിൽ. പക്ഷേ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ ഒരു വലിയ അഴിമതിയെ എങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ എനിക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് പുരുഷോത്തമൻ്റെ കണ്ണിലൂടെ മാത്രം കാണുന്ന കാര്യങ്ങളാണ്. എന്തായിരുന്നാലും ഇപ്പോഴുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മളാരും ആദ്യം നമ്മുടെ പ്രധാനമന്ത്രിയെ കള്ളനെന്ന് വിളിച്ചില്ല, നമ്മളാരും നമ്മുടെ പ്രതിരോധ മന്ത്രിയെ കള്ളനെന്ന് വിളിച്ചില്ല. പക്ഷേ പിന്നീട് ഓരോ തവണകളായിട്ട് നമ്മുടെ സമൂഹ മധ്യത്തിൽ പത്രമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നമ്മുടെ സമൂഹ മധ്യത്തിൽ ഒരുപാട് രേഖകൾ ഇങ്ങനെ വരികയാണ്. ഒരു ഡീലിനെ കുറിച്ച് 58,000 കോടി രൂപയുടെ ഒരു കച്ചവടമാണ്. കൊടുക്കലുണ്ടാവും, വാങ്ങലുണ്ടാവും. അപ്പൊ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ചിലരൊക്കെ അതിൽ നിന്ന് അല്പം ലാഭം പ്രതീക്ഷിക്കും. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രതിരോധ മന്ത്രി അല്ലെങ്കിൽ ഒരു ഭരിക്കുന്ന ഗവൺമെന്റ് നമ്മളെ പറ്റിച്ച് കുറച്ച് ലാഭം ഉണ്ടാക്കുന്നൊന്നും ഇന്ത്യയിൽ ഒരു ജനവും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇന്ന് ജനം മുഴുവൻ വളരെ പരിഭ്രാന്തരാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, സുപ്രീം കോടതിയുടെ വാദവേളയിൽ പറഞ്ഞു കേട്ട കാര്യങ്ങൾ അത് ചില്ലറ കാര്യങ്ങളല്ല. ഒരു ഗവൺമെന്റ് പറയുകയാണ് ഞങ്ങളുടെ കയ്യിലുള്ള രേഖകളൊക്കെ ആരാണ്ട് മോഷ്ടിച്ചു വന്നു. അങ്ങനെ മോഷ്ടിക്കാനായിട്ട് യുവന്മാരെന്താ പെട്ടിയും തുറന്ന് വെച്ചിരിക്കുകയാണോ? MOD, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് എത്രമാത്രം സീക്രട്ടീവ് മിനിസ്ട്രിയാണെന്നുള്ളത് എന്നേക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ പുരുഷോത്തമൻ അറിയാം. കാരണം വെച്ചാൽ ഞാനൊരു 10 വർഷം 11 വർഷമേ ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നുള്ളൂ. പുരുഷോത്തമൻ ഇപ്പോഴും ഡൽഹിയിൽ ജോലി ചെയ്യുന്ന കക്ഷിയാണ്. ഈ പുരുഷോത്തമന് പോലും മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ വാതിൽ കടന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോഴാണ് ഇത്രയും വലിയ ഒരു ഡീലിന്റെ രേഖകൾ കുറച്ചു പേര് ചേർന്ന് മോഷ്ടിക്കുകയും അതൊരു പത്രത്തിൽ കൊടുക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. ഇനി ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ AK ആന്റണിയോട് ഒന്ന് ചോദിക്കാവുന്നതാണ്. കാരണം പുരുഷോത്തമൻ ഇടയ്ക്കിടയ്ക്ക് AK ആന്റണിയെ കാണാൻ പണ്ട് പോവാറുള്ള കക്ഷിയാണ്. അപ്പോൾ പുരുഷോത്തമന് അന്നുണ്ടായിരുന്ന ഒരു ഡീലിന്റെ പോലും രേഖ പുരുഷോത്തമൻ പത്രത്തിൽ എഴുതിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഈ രേഖയും പുരുഷോത്തമൻ പത്രത്തിൽ എഴുതിയതല്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, വളരെ സീക്രട്ടീവ് ആയിട്ടുള്ള, വളരെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സ് ഒരാൾക്ക് മോഷ്ടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് ആ മോഷണത്തിന് കൂട്ടുനിന്നവർക്കെതിരായിട്ട് ഒരു നടപടി എടുത്തില്ല? അവരെ ഒന്നും ലിസ്റ്റ് ചെയ്തില്ല. അപ്പോൾ അതല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? ഒരു ഡീൽ നടത്തി, കുറച്ചു പേര് കൈയിട്ട് വാരി, കുറച്ചു പേരെ ഫേവർ ചെയ്തു,
ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുമ്പോൾ ആ ഡീലിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ടോ അതിലെടുത്ത നടപടികളൊക്കെ എന്ത് സംഭവിച്ചു എന്നോ ജനങ്ങളോട് വിശദീകരിക്കാൻ പറ്റുന്നില്ല. ശ്രീ പുരുഷോത്തമൻ, താങ്കളിലേക്ക് തന്നെ എത്തുകയാണ്. എന്താണ് ഈ സജീഷും ജീമോനും ഒക്കെ പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള താങ്കളുടെ മറുപടി? താങ്കളൊരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ താങ്കൾ അങ്ങനെ കൂടി ഇതിന് മറുപടി നൽകണം. BJP കാരനാണ് താങ്കൾ, BJP നേതൃത്വത്തിനെ പ്രതിനിധീകരിക്കുന്നുമുണ്ട്. ഇന്നലെ ജീമോൻ ചോദിച്ച ചോദ്യം ഇന്നലെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചതാണ്. ഒരു മാസമായി ഒരു പത്രം ഇങ്ങനെ ഒരു കാര്യം രാജ്യത്തിനോട് പറഞ്ഞിട്ട് ഇത്ര നാൾ നിങ്ങൾ എവിടെയായിരുന്നു? ഒരു കാര്യം ചെയ്യൂ, പ്രതിരോധ മന്ത്രാലയത്തിലെ രേഖകൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞൊരു സത്യവാങ്മൂലം കൂടി കോടതിയിൽ തരൂ എന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. ഇതൊന്നും നിങ്ങൾ പറയുന്നില്ല. മറിച്ച് മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്തത് വലിയ തെറ്റ്, രാജ്യദ്രോഹം, അവരെ ജയിലിൽ അടയ്ക്കണം. ഇനി ഇതൊരാളും ചെയ്യാനും പാടില്ല, അവരും ജയിലിൽ അടയ്ക്കപ്പെടും. മുന്നറിയിപ്പ്, ഭീഷണി. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, പറയൂ. ഒരു മാധ്യമ പ്രവർത്തകരെ ജയിലിൽ അടയ്ക്കണമെന്ന് ഒരിക്കലും സർക്കാർ പറഞ്ഞിട്ടില്ല. ഈ വാർത്ത രാജ്യത്തിനോട് പറഞ്ഞവരെ ജയിലിൽ അടയ്ക്കണമെന്ന് പറഞ്ഞു. മുതലാളിയാണ്. ഞാൻ മുതലാളി തൊഴിലാളി എന്നുള്ളത് ചോദിക്കുന്നതേ ഇല്ല. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണോ? ബൊഫേഴ്സ് അടക്കമുള്ള അഴിമതികൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ കാര്യം നിങ്ങൾ ഉന്നയിക്കുമ്പോൾ കോടതി തന്നെ ചോദിക്കുന്നു, ബൊഫേഴ്സ് വരുമ്പോഴും നിങ്ങൾ ഇതുപോലെ രാജ്യദ്രോഹമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ തയ്യാറാകുമോ? എങ്കിൽ അതും പറയൂ. അവിടെ ഒന്നും ഞാൻ അങ്ങോട്ട് പറയാനോ? അതെ, പറയാൻ അനുവദിച്ചാൽ എന്നെ കൊണ്ട് പറയാൻ സമ്മതിച്ചാൽ താങ്കൾ പറയൂ, തീർച്ചയായും താങ്കൾ പറയൂ. എൻറാം പത്രപ്രവർത്തകൻ ഉപരി പത്രമുതലാളിയാണ്. മാലിനി പാർത്ഥസാരഥിയെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഹിന്ദു പിടിച്ചെടുത്ത ആളാണ്. അല്ല, ഈ അനിൽ അംബാനിയും മുകേഷ് അംബാനിയും അദാനിയും ഒക്കെ ആരാണ്? അതിവിടെ അതെങ്ങനെ വിടാൻ പറ്റും? സംസാരിക്കുകയല്ലേ കാര്യങ്ങൾ. മുതലാളിയാണ്. ഇവരൊക്കെ എത്രമാത്രം ശക്തീകരിക്കപ്പെട്ടുവെന്നറിയാമോ ഈ കാലത്തിനുള്ളിൽ? അതൊന്നും വേണ്ട, പോട്ടെ. നേരത്തെ സജീഷ് ഉന്നയിച്ച ഒരു ചെറിയ ചോദ്യം മുന്നിൽ വെക്കുകയാണ്. ഈ യുദ്ധവിമാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ, പ്രതിരോധ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇവരെ പങ്കാളിയാക്കാമെന്ന് സ്വതന്ത്രമായി ഒരു വ്യക്തി അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യണ്ടേ? അവരൊന്നും മുതലാളികളല്ല. നിങ്ങൾക്ക് രാജ്യസ്നേഹികളാണ്, ഗവൺമെന്റിനെ കിടയിട്ട് സഹായിക്കുന്നവരാണ്. പ്രതികരിക്കരുത് ആനന്ദേ. അല്ല, താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഇടപെട്ട് ചോദിച്ചു പോകുന്നത് കൊണ്ടാണ്, നിസ്സഹായത കൊണ്ട് ചോദിക്കുന്നതാണ് പുരുഷോത്തമൻ. താങ്കൾ അതുകൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞോളൂ, കേൾക്കാം. ഞാൻ പറയൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജീമോൻ ജേക്കബ് പറഞ്ഞു, ഞാൻ ഡിഫൻസ് മിനിസ്ട്രിയിൽ പോകാൻ പോലും എനിക്ക് പറ്റുന്നില്ല എന്ന്. എന്നിടെ അദ്ദേഹം പറഞ്ഞു, മുൻപ് AK ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ AK ആന്റണി ഞങ്ങളെല്ലാവരും പോയി കാണാറുണ്ട്. AK ആന്റണിയെ കണ്ടിട്ടുള്ള ആളാണ്. അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് ഡിഫൻസ് മിനിസ്റ്ററിൽ പോകാനും പറ്റും, എല്ലായിടത്തും പോകും. ഡിജിമോനും പോകാൻ പറ്റും, എനിക്ക് പോകാൻ പറ്റും, പത്രപ്രവർത്തകർക്ക് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ വിഷയം ഇവിടെ എൻറാമാണ് വിഷയം. എൻറാമനും പ്രശാന്ത് ഭൂഷണും ഇവരെല്ലാം കൂടെ, ഇവർ രണ്ടുപേരല്ല, ഇവരെല്ലാം പത്രപ്രവർത്തകരാണെന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമാണ്? ഹിന്ദു ഒരു പത്രമാണോ പുരുഷോത്തമൻ? എൻറാമൻ പത്ര മുതലാളിയാണ്. ശരി, ആയിക്കോട്ടെ. അദ്ദേഹം ഒരു കാര്യം രാജ്യത്തെ ജനങ്ങളോട് പറയുന്നു. ടൈംസ് ഓഫ് ഇന്ത്യക്ക് ഇതൊക്കെ ആനന്ദേ പറയട്ടെ. ടൈംസ് ഓഫ് ഇന്ത്യ കേരളത്തിലും തമിഴ്നാട്ടിലും നമ്പർ 1 ആണ്. ഇപ്പൊ നിങ്ങൾ ഹിന്ദു പത്രം എടുത്തു നോക്കിക്കേ, ജീവനൊന്നും എടുത്തു നോക്കി. ഹിന്ദു പത്രം മെലിഞ്ഞ് തൊലിഞ്ഞ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലാണത്. അങ്ങനെയാണെങ്കിൽ കൂടി ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അതിന്റെ സാഹചര്യം മാറിയിട്ടുണ്ടാവും. വലിയ ചർച്ച, വലിയ ശ്രദ്ധ വരുന്നു ഈ വാർത്തയെ സംബന്ധിച്ച്. BJPയോട് ഒട്ടി നിൽക്കുന്ന 1-2 പേര് കൂടി ചേർന്ന് മോഷ്ടിച്ചെടുത്ത ആളാണ്. മോഷ്ടിച്ചെടുത്തിട്ട് കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. കോടതി ചോദിക്കുമ്പോൾ അവര് പറയണം എവിടുന്ന് ഇത് കിട്ടിയെന്ന് അവര് പറയണം. അവര് പറഞ്ഞില്ലെങ്കിൽ അവർ ജയിലിൽ പോവും. ആര്? പ്രശാന്ത് ഭൂഷണും പോവും, എൻറാമും പത്രപ്രവർത്തകനല്ല, പത്രമുതലാളി എൻറാമും ജയിലിൽ പോവും. സജീഷ്, അല്ല, ഒരു കാര്യം ഇദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമുണ്ട്. റിലയൻസ് ഡിഫൻസ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു വിമാനത്തിന്റെ പേര് നിങ്ങൾക്ക് പറയാമോ? സിംഗിൾ ചോദ്യമാണ്. റിലയൻസ് ഡിഫൻസ് ഇന്ത്യയിലോ ലോകത്ത് എവിടെയെങ്കിലുമോ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു യുദ്ധവിമാനത്തിന്റെ പേര് പറയാൻ വേണ്ടി പറ്റുമോ? ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായ HAL നിങ്ങൾ ഒഴിവാക്കി. സുഖോയ് 30 ഉൾപ്പെടെയുള്ള 4ാം തലമുറ വിമാനം ഇന്ത്യക്ക് വേണ്ടി നിർമ്മിക്കുന്നത്
ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ആണ്. അതിനെ ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾ ഈ കരാർ കൊടുത്തത്. ഇതേ റിലയൻസ്, നിങ്ങൾ മാധ്യമത്തെ കുറിച്ച് പറഞ്ഞു, ഇതേ റിലയൻസ് ഇന്ത്യയിൽ 18ലധികം ചാനലുകളും അതുപോലെ തന്നെ വിദേശത്തുണ്ടായിരുന്ന മാധ്യമങ്ങളുടെ ബ്രാൻഡ് ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ എല്ലാം കൈകാര്യം ചെയ്യുന്നു. അപ്പൊ റിലയൻസ് മുതലാളിയാണോ? നിങ്ങൾ വളർച്ചയെക്കുറിച്ചും തളർച്ചയെക്കുറിച്ചും എല്ലാം പറയുന്നു. നിങ്ങളുടെ ഈ ഭരണകാലത്ത് ഈ രാജ്യത്തിന്റെ വളർച്ചാ ശതമാനം 5%. റിലയൻസിന്റെ വളർച്ചാ ശതമാനം എത്രയാണ്? നിങ്ങൾ ഈ കരാർ കൊടുത്ത റിലയൻസ് ഉണ്ടല്ലോ, ഇന്ന് ലോകത്തിലെ 13ാമത്തെ കോടീശ്വരനായി. നിങ്ങളിപ്പോ കരാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന അദാനി ഉണ്ടല്ലോ, ആ അദാനിയുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 115%. രാജ്യത്തിന്റെ വ്യവസായ വളർച്ചാ നിരക്ക് 1%. 1% രാജ്യത്തെ വ്യവസായവും 115% അദാനിയും വളരുന്ന ഈ നാട് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് മുതലാളിയാണ് എന്ന് എൻറാമിനെ കുറിച്ച് പറയുന്നു? അദാനി മുതലാളിയല്ലേ? അംബാനി മുതലാളിയല്ലേ? നിങ്ങൾ പറയൂ, നിങ്ങൾ ഇവർക്ക് ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. പക്ഷെ അതിനു മുമ്പ് ഇത് വളരെ സ്പെസിഫിക് ആയി താങ്കളുടെ മുന്നിൽ വെക്കുന്ന ചില ചോദ്യങ്ങൾ, ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ടെങ്കിൽ പറയാം. താങ്കൾ രാഷ്ട്രീയം പറയുന്നത് കൃത്യമായി മറുപടി പറയൂ. എന്താണ് ഒരു വിമാനമെങ്കിലും നിർമ്മിച്ച് പരിചയമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഒപ്പം ഈ വലിയ ശൃംഖല, മാധ്യമ ശൃംഖലയ്ക്ക് കടിഞ്ഞാൺ ഉള്ളവരാണ് ഈ റിലയൻസ് എന്ന് പറയുന്നു. അത് ശക്തമായി വളരുന്നു. ഇന്ത്യയിലെ ഒരു വിഭാഗം ജനങ്ങൾ ആകെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ജനങ്ങൾ, ലോകത്തിലെ മറ്റൊരു വിഭാഗം ജനങ്ങൾ എന്നല്ല, 1% മാത്രം ലോകത്തിൽ തന്നെ അതിസമ്പന്നന്മാരായി വളർന്നു എന്നത് വലിയ പ്രത്യേകതയാണ് രാജ്യത്ത്. പുരുഷോത്തമൻ, ഈ കഴിഞ്ഞ 65 വർഷമായിട്ട് തകർന്നുകൊണ്ടാണ്, നന്നായിക്കൊണ്ടാണ് ഇരുന്നത്. ഈ 5 വർഷം കേവലം ഈ ചോദ്യം റിലയൻസ് ഡിഫൻസ് ഉണ്ടാക്കിയ ഒരു വിമാനത്തെ കുറിച്ച് നിങ്ങൾ പറയൂ. റിലയൻസ് ഡിഫൻസ് ഉണ്ടാക്കിയ ഒരു കളിക്കോപ്പ് വിമാനത്തിന്റെ പേര് മാത്രം പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ചയിൽ നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാം. ഒരു വിമാനത്തിന്റെ പേര് പറയൂ. മോദി പാരീസ് സന്ദർശിച്ച് കരാർ ഒപ്പിടുന്നതിന്റെ 12 ദിവസം മുമ്പ് മാത്രം രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത കമ്പനിയല്ലേ റിലയൻസ് ഡിഫൻസ്? എന്നിട്ട് ഇന്ന് നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ പറ്റിക്കുകയാണോ? ഉണ്ടാക്കിയ ഒരു വിമാനത്തിന്റെ ഒരു സിംഗിൾ പേര് ഈ ചർച്ചയിൽ നിങ്ങൾ പറയൂ. ആ റിലയൻസ് ഡിഫൻസിന്റെ ആസ്ഥാനം എവിടെയെന്ന് പറയൂ. അവരെവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ശ്രീ പുരുഷോത്തമൻ, അതൊരു ചെറിയ ചോദ്യമാണ്. ചെറിയ ചോദ്യം എന്ന് പറയുന്നത് വളരെ ചുരുക്കി മറുപടി പറയാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. അതിനൊരു മറുപടി ഉണ്ടോ? എന്നിട്ട് നമുക്ക് എൻറാമിനെ മുതലാളിയാണോ എന്ന് വിശേഷിപ്പിക്കാം. അദ്ദേഹം തരുന്ന വാർത്തകളും അദ്ദേഹം എഴുതുന്ന അക്ഷരങ്ങളും നമ്മൾ സ്വീകരിക്കണമെന്ന് പറയാം. മറുപടി ഉണ്ടല്ലോ. പറയൂ. മറുപടി കേൾക്ക്. നിങ്ങൾ പറയൂ. മറുപടി കേൾക്കൂ. പറയൂ പുരുഷോത്തമൻ, പറയൂ. മറുപടി ഇതാണ്. ഇവിടെ വിമാനം ഉണ്ടാക്കിയെന്ന് ചോദിച്ചല്ലോ. കഴിഞ്ഞ 65 വർഷമായിട്ട് ഇവിടെ വിമാനം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ കോൺഗ്രസ് ഗവൺമെന്റ് അല്ലെങ്കിൽ മാറി മാറി വരുന്ന സർക്കാരുകള് പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും ചോദിക്കുകയാണ്. ഇപ്പൊ അതിർത്തി വിട്ട് പറന്നുപോയാൽ നിങ്ങൾ അവകാശപ്പെടുന്ന വിമാനം മോദി ഉണ്ടാക്കിയതാണോ? ഇപ്പൊ ഈ രാജ്യത്തിന്റെ വ്യോമസേന ഉപയോഗിക്കുന്ന വിമാനങ്ങളെല്ലാം ഈ 4 വർഷത്തിനിടയ്ക്ക് ഉണ്ടാക്കിയതാണോ? 2012 ഇന്ത്യക്ക് വിമാനങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 126 വിമാനം വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ദേശസ്നേഹികൾ അത് 126 36 ചുരുക്കി. ഇവിടെ ഒറ്റ വിമാനവും നിങ്ങൾ വാങ്ങിയിട്ടില്ല. എന്റെ സിംഗിൾ ചോദ്യം ഇത്രയേ ഉള്ളൂ. റിലയൻസ് ഡിഫൻസ് എന്ന് പറയുന്ന മോദി കരാർ ഒപ്പിടുന്നതിന്റെ വെറും 12 ദിവസം മുമ്പ് രൂപീകരിച്ച കമ്പനി നിർമ്മിച്ച ഒരു വിമാനത്തിന്റെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു കളിക്കോപ്പിന്റെ പേര് പറയൂ. നിങ്ങൾ ഒരു കളിക്കോപ്പ് പോലും ഉണ്ടാക്കിയിട്ടില്ല ഇതിനു മുമ്പ്. 65 വർഷങ്ങളായിട്ട് നിങ്ങൾ ആരെങ്കിലും? എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. നിങ്ങളോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ ഇന്ത്യയിലെ വർഷങ്ങളുടെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഉൾപ്പെടെയുള്ള 4ാം തലമുറ വിമാനങ്ങൾ നിർമ്മിച്ച ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിനെ ഒഴിവാക്കി പകരം നിങ്ങൾ റിലയൻസ് ഡിഫൻസിനെ ഏൽപ്പിച്ചു. ആ റിലയൻസ് ഡിഫൻസ് നിർമ്മിച്ച പരിചയമുള്ള എന്ന് പറയുന്ന മോദിക്ക് പരിചയമുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്. റിലയൻസ് ഡിഫൻസിന്റെ മുൻ പരിചയം എന്ത്? അവർ നിർമ്മിച്ച ഒരു കളിക്കോപ്പ് വിമാനത്തിന്റെ പേര് മാത്രം നിങ്ങൾ പറയൂ. എന്നിട്ട് നമുക്ക് ബാക്കി അഴിമതിയെ കുറിച്ച് പറയാം, കണക്കുകളെ കുറിച്ച് പോകാം. ആ കാര്യം മാത്രം നിങ്ങൾ പറയൂ. പുരുഷോത്തമൻ പറഞ്ഞോളൂ. എന്റെ സുഹൃത്ത് എന്നെ കൊണ്ട് പറയാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. ഞാൻ എന്തായാലും പറഞ്ഞു വരുമ്പോ അതിന്റെ ഇടയ്ക്ക് കയറി പറയുന്നു. ഇല്ല, പറയൂ. ഞാൻ ഇവരാരും പറയുമ്പോ ഞാൻ ഇടയ്ക്ക് കയറി പറയുന്നില്ലല്ലോ. പറയൂ. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ എന്നെ കൂടെ പറയാൻ സമ്മതിക്കണം, 65 വർഷങ്ങളായിട്ട് ഇവിടെ കളിക്കോപ്പ്, അദ്ദേഹം പറഞ്ഞ പോലെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സജീവൻ പറഞ്ഞ പോലെ, ഒരു കളിക്കോപ്പ് പോലും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോഴുണ്ടാക്കാൻ റഫേൽ വിമാനം കൊണ്ടുവരുന്നു.
1640 കോടി രൂപയാണ് ഡെസോർട്ട് ഉണ്ടാക്കുന്ന വിമാനത്തിന്റെ വില, റഫേലിന്റെ വില. അത് ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വരുന്ന ഒരു അവിടുന്ന് ഫോക്കസ്ഡായ മറുപടിയാണെന്ന് തോന്നുന്നില്ല. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, വളരെ നിർണായകമായ ചില കാര്യങ്ങൾ. ഒന്ന്, അനധികൃതമായ ഒരു ഇടപെടൽ, കമ്മീഷൻ കൈപ്പറ്റൽ. മറ്റൊന്ന്, ഫ്രാൻസും ഇന്ത്യയും അല്ലാതെ മൂന്നാമതൊരു കക്ഷിയുടെ സ്വാധീനം. ഇതെല്ലാം തടയുന്നു. മറിച്ച് ബാങ്ക് ഗ്യാരണ്ടി വേണം എന്ന ഒരു വ്യവസ്ഥ, അതും അട്ടിമറിക്കുന്നു. ഈ വ്യവസ്ഥകളെല്ലാം വരുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിലെ വളരെ നിർണായകമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥർ അവരുടെ വിലപേശലിന്റെയും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെയും ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. ഇത് മുഴുവൻ അട്ടിമറിക്കപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വ്യക്തി വളരെ പേഴ്സണലായി ഇത് കൈകാര്യം ചെയ്യുന്നു, ഫ്രാൻസുമായി ഇടപെട്ടുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുന്നു. പക്ഷേ ഇതിന് കൃത്യമായൊരു മറുപടി എത്ര ചോദിച്ചിട്ടും പുരുഷോത്തമൻ പറയുന്നില്ല. പുരുഷോത്തമൻ പറയുന്നത് നിങ്ങളെ കൂടി ചൂണ്ടിക്കൊണ്ടാണ്. കോൺഗ്രസും ഭരിച്ചല്ലോ. പുരുഷോത്തമൻ സാധാരണഗതിയിൽ ഉന്നയിക്കുന്ന ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്വഭാവമാണിത്. കോൺഗ്രസ് കുറെ ഭരിച്ചല്ലോ, അവരൊന്നും ചെയ്തില്ലല്ലോ, അതിനേക്കാൾ എത്രയോ മുന്നോട്ട് നമ്മൾ പോയിരിക്കുന്നു, ചിലതൊക്കെ ചെയ്യാൻ മോദിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു ധാരണ എപ്പോഴും ചർച്ചയിൽ പുരുഷോത്തമൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഡൊമിനിക്, പുരുഷോത്തമന്റെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മുടെ MiG-21 ഉണ്ടല്ലോ, അത് പഴയ MiG-20 ആണ് സോവിയറ്റ് വാങ്ങിച്ചത്. അത് മോഡേണൈസ് ചെയ്ത് ഏറ്റവും ആധുനിക വിമാനമാക്കി മാറ്റിയത് HAL ആണ്. അതുപോലെ നമ്മുടെ വൈജയന്തി ടാങ്കുകൾ അതുണ്ടാക്കിയത് നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ കമ്പനികളാണ്, ഇന്ത്യയുടെ ഡിഫൻസിന്റെ കമ്പനികളാണ്. അപ്പോൾ പലപ്പോഴും കഴിഞ്ഞ കാല ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്, വിദേശത്ത് നിന്ന് ഇത് വാങ്ങുമ്പോഴും അതിന്റെ സാങ്കേതിക വിദ്യ ട്രാൻസ്ഫർ ചെയ്യും ഇന്ത്യൻ കമ്പനികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ പൊതുമേഖലാ കമ്പനികൾക്ക്. അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ഇവിടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ അതിലേക്കാണ് വരുന്നത്. HAL കൊടുക്കേണ്ട 2014 UPA ഗവൺമെന്റ് പോകുമ്പോഴേക്കും അതിന്റെ ഫൈനൽ സ്റ്റേജ് എത്തിയിരുന്നു. HAL തന്നെ കൊടുക്കുമെന്നാണ് പ്രധാനമന്ത്രി പാരീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞത്, ഫോറിൻ സെക്രട്ടറിയും പറഞ്ഞു. പക്ഷെ അപ്രതീക്ഷിതമായി അവിടെ പോയി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാണ് ഇത് മറ്റേ ഈ അംബാനിയുടെ കമ്പനിക്ക് കൊടുക്കുമെന്ന്, റിലയൻസ് കൊടുക്കുമെന്ന് പറയുകയാണ്. ആ പ്രഖ്യാപനം കൊണ്ടാണ് 1.5 വർഷം വീണ്ടും നീണ്ടുപോയി എഗ്രിമെന്റ്. അതുകൊണ്ടാണ് റഫേൽ വിമാനം ഇപ്പോഴും എത്താത്തത്. അപ്പൊ റഫേൽ വിമാനം ഇന്ത്യക്ക് കിട്ടാതെ പോയിട്ട് ഉത്തരവാദി BJPയും മോഡിയും തന്നെയല്ലേ. മനഃപൂർവ്വം HAL ഒഴിവാക്കി സ്വകാര്യ കമ്പനിക്ക് അഴിമതി കാണിച്ച് കൊടുക്കാനുള്ള തീരുമാനമാണ് ഇത് മുഴുവൻ നിൽക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ രാജ്യദ്രോഹം ചെയ്യുന്നത് BJP തന്നെയല്ലേ. പുരുഷോത്തമൻ വല്ലതും പറയാനുണ്ടോ അതിനെ കുറിച്ച്? അതുകൊണ്ട് പുരുഷോത്തമൻ ആക്ച്വലി അദ്ദേഹം വളരെ വിഷമത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, സാക്ഷാൽ പ്രധാനമന്ത്രി മോഡിക്ക് പോലും ഈ ഡീലിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമോ? ഇന്നൊരു അദ്ദേഹം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇന്നും അദ്ദേഹം പത്രക്കാരെ കണ്ടിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇത് ഈ വാർത്തകൾ, ഈ അഴിമതി പുറത്തു കൊണ്ടുവന്ന പത്രക്കാരെ പത്രം മുതലാളിയെ വിളിച്ച് ആക്ഷേപിക്കാനും ഇത് അവരെ ഭീഷണിപ്പെടുത്താനും മറ്റൊരു മാധ്യമങ്ങളും ഈ പാത പിന്തുടരുത് എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇവർ പോകുന്നത്. ഒരു സംശയം വേണ്ട, ഇത് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷങ്ങളും BJPക്കകത്തുനിന്ന് പോലും എതിർപ്പ് വന്നിട്ടില്ലേ? ഇപ്പൊ സുബ്രഹ്മണ്യ സ്വാമിന്റെ പൊസിഷൻ എന്താ? ഈ കേസ് കൊടുത്തതാരാണ്? BJPയിലെ പഴയ നേതാക്കളല്ലേ. അപ്പൊ ഈ അഴിമതി തടഞ്ഞു വെക്കാൻ കഴിയില്ല, കോടതിക്ക് ഇടപെടേണ്ടി വരും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാവുന്ന BJPയുടെ ആ മോഹമാണ് തകർന്നു പോകുന്നത് എന്നുകൂടെ ശ്രീ പുരുഷോത്തമനെ ഓർപ്പിക്കുകയാണ്. ശ്രീ ജീമോൻ, വളരെ വളരെ പ്രസക്തമായ ഒന്നുകൂടിയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ജനാധിപത്യപരമായി ഇതിനെക്കുറിച്ച് പരിശോധിക്കാമായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കുമെന്ന് കരുതാൻ ഇനി സമയമില്ല. കാരണം CAG റിപ്പോർട്ട് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഒരിക്കലും പരിശോധിക്കാൻ ഇനി കഴിയാത്ത നിലയിൽ സമയമെല്ലാം കഴിഞ്ഞ് പാർലമെന്റൊക്കെ അടച്ചുപൂട്ടിയതിനു ശേഷം അത് CAG റിപ്പോർട്ട് വരുന്നു. ബോധപൂർവം സുപ്രീം കോടതിയെ പറ്റിക്കുന്നു. CAG റിപ്പോർട്ട് തയ്യാറായിരിക്കുന്നു, അത് ഗാർഖയുടെ അടുത്ത് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അത് കണക്കിലെടുത്തുകൊണ്ട് സുപ്രീം കോടതി നിരുപാധികം പറയുന്നു രാജ്യസുരക്ഷയുടെ പ്രശ്നമാണ്, ഇതിൽ ഇടപെടുന്നില്ല. ഡിസംബർ 14 ഈ നിർണായകമായ വിധി ഉണ്ടാകുന്നത്. അതിനുശേഷം കേന്ദ്രം തന്നെ പറയുന്നു കോടതിക്ക് തെറ്റുപറ്റിയതാണ്, തെറ്റായി കേട്ടതാണ് ഞങ്ങൾ പറഞ്ഞത്. CAG റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, അത് ഉടൻ അവിടെ എത്തും എന്ന് തെറ്റുതിരുത്തൽ ഹർജി കൂടിയുണ്ട്. രാജ്യത്തെ ജനങ്ങൾ ഇങ്ങനെ ഇടപെടുന്ന, ഇങ്ങനെ കാര്യങ്ങൾ പാർലമെന്റിൽ പറയാത്ത, ജനങ്ങളോട് പറയാത്ത ഒരു പ്രധാനമന്ത്രിയെ, നിർണായകമായ കാര്യങ്ങൾ തുറന്നു പറയാത്ത ഒരു പ്രധാനമന്ത്രിയെ മാധ്യമങ്ങൾ കുറെ കൂടെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു സന്ദേശം ഈ ഇടക്കാലത്ത് അല്ലെങ്കിൽ ഈ ഭരണകാലത്ത് നമുക്ക് ഉണ്ടായില്ലേ ജീമോൻ? ജാഗ്രതയോടുകൂടി കണ്ട മാധ്യമങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്ന് നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞു. കാരണം ഭീഷണിയുടെ സ്വരം, രണ്ടാമതായിട്ടുള്ള രാജ്യദ്രോഹം. എൻ്റെ അടുത്ത സുഹൃത്ത് പുരുഷോത്തമൻ ഒരു
പത്രപ്രവർത്തക യൂണിയൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് എന്നാണ് എൻ്റെ ഏറ്റവും അവസാനത്തെ അറിവ്. ഡൽഹിയിലുള്ള പത്രപ്രവർത്തകരുടെ ഒരു സംഘടനയെ നയിക്കുന്ന അദ്ദേഹമാണ്. പത്രപ്രവർത്തക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു സംശയവും ഉണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇന്ന് ഈ കേന്ദ്രം എടുത്ത നിലപാടിനെതിരെ ഉണ്ടായ പ്രതിഷേധത്തിൽ അദ്ദേഹത്തിന്റെ സംഘടന പങ്കെടുത്തതായി അറിയുമോ ജീവൻ? സംശയം കൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല, അത് പുരുഷോത്തമനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് കുറേ സംശയങ്ങളാണ് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ടായിരിക്കുന്നത്. നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ടായ സംശയങ്ങളാണ്. നമ്മളിപ്പോൾ മോഡിയെ സംശയിക്കുന്നില്ല, നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ, പ്രസിഡന്റിനെ, നമ്മുടെ ക്യാബിനറ്റിനെ, ഇതൊന്നും നമ്മൾ സംശയിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ പൊതുമണ്ഡലത്തിൽ നമ്മുടെ സുപ്രീം കോടതിയിൽ വന്ന കേസിൻ്റെ വിചാരണ വേളയിൽ നമുക്ക് തോന്നിയ കുറച്ച് സംശയങ്ങളുണ്ട്. അത് എനിക്ക് മാത്രമായിരിക്കില്ല, ഇവിടുത്തെ സാധാരണക്കാരനുണ്ട്. ഡൊമിനിക് പ്രസന്റേഷൻ ഉണ്ടാവും, സജീഷൻ ഉണ്ടാവും, ചിലപ്പോൾ പുരുഷോത്തമനും ഉണ്ടാവും. പക്ഷേ ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് പുരുഷോത്തമന് ചിലപ്പോൾ പറ്റാത്തത് കൊണ്ടായിരിക്കാം. നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ടായ സംശയങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡീൽ? എന്തായിരുന്നു ഇത്ര വലിയ തിടുക്കം? ആരായിരുന്നു ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചത്? എന്തിനായിരുന്നു ഈ റിലയൻസ് എന്ന് പറയുന്നൊരു യാതൊരു പരിചയമില്ലാത്ത ഒരാൾ ഇതിൻ്റെ ഇടയിലേക്ക് കയറി വരുന്നത്? ആർക്കായിരുന്നു ഈ ഡീലിൻ്റെ പ്രയോജനം? ഇതൊക്കെ നമുക്കൊന്ന് ചോദിച്ചുകൂടെ? നമ്മളെല്ലാവരും ചോദിക്കുന്നതല്ലേ. ചായ കുടിക്കുമ്പോഴും വഴിയിലിറങ്ങുമ്പോഴും ഡൊമിനിക് പ്രസന്റേഷനും ഞാനും സജീഷും പുരുഷോത്തമനും ഒക്കെ ചോദിക്കുകയാണ്. അപ്പൊ ചോദിക്കുമ്പോൾ എന്താ? ഇതിന് മറുപടി ഒന്നുമില്ല. മറുപടി എന്താ? അത് നിങ്ങൾ ചോദിക്കുന്നവനൊക്കെ രാജ്യദ്രോഹി, അല്ലെങ്കിൽ പറയും നിങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ട്. എങ്ങനെയാണ് നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ. ഇതേ ചോദ്യങ്ങൾ തന്നെ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ്റുകളോട് ചോദിക്കും, ദേശീയ ഗവൺമെൻറ്റുകളോട് ചോദിക്കും. രാഹുൽ ഗാന്ധി ആണെങ്കിലും അല്ലെങ്കിൽ മുമ്പ് രാജീവ് ഗാന്ധി ആയിരുന്നപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത പുകിലെന്താ ഇപ്പോൾ? ഇത്തരം ഇടപാടുകളെ ചോദ്യം ചെയ്യുന്നവരെ എന്തിനാണ് രാജ്യദ്രോഹിയാക്കുന്നത്? അത് മാത്രവുമല്ല, ഇത്തരം കാര്യങ്ങൾ പറയുന്നവർ പത്രമുതലാളിമാരാവുന്നത് എന്താ? ഈ രാഹുൽ ഗാന്ധിയുടെ ബൊഫോസ് ഡീല് എക്സ്പോസ് ചെയ്ത ആരാണ്? ഹിന്ദു അല്ലായിരുന്നു. ശ്രീ ജീവൻ, താങ്കൾ ചോദിക്കുന്നത് പോലെ കോടതിക്ക് വരെ ചോദിക്കേണ്ടി വന്നു. ബൊഫേഴ്സ് വരുമ്പോഴും ഇതേ നിലപാടായിരിക്കുമല്ലോ. സ്വാഭാവികമായും രാജ്യദ്രോഹമല്ലേ, സംസാരിക്കാൻ പറ്റില്ലല്ലോ കോടതിക്കുള്ളിൽ എന്ന് ചോദിച്ചൊരു സംശയം. ചോദ്യങ്ങളല്ല ഇതിന്റെ പ്രശ്നം, ഉത്തരങ്ങളാണ്. മറുപടി പറയേണ്ടവർ നമ്മോട് സംവദിക്കാതിരിക്കുകയും അവർ എന്തിൻ്റെയൊക്കെ പുറകിൽ ഒളിക്കുകയും ചെയ്യുമ്പോൾ ഈ ജനത എന്ത് ചെയ്യും? എന്നിട്ട് അവർക്ക് വേണ്ടി മറുപടി പറയാൻ വേണ്ടി വരുന്ന പുരുഷോത്തമൻ പോലും കൃത്യമായിട്ടൊരു ഉത്തരം തരുന്നില്ല. അതിനെനിക്ക് പുരുഷോത്തമനെ കുറ്റപ്പെടുത്താനാവില്ല. കാരണം പുരുഷോത്തമൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. പക്ഷേ അതിനേക്കാൾ ഉപരി പുരുഷോത്തമന് ഇത്രയും കാലത്തെ ഒരു പത്രപ്രവർത്തന പാരമ്പര്യമുണ്ട്. പത്രസ്വാതന്ത്ര്യം അനുഭവിച്ചറിഞ്ഞ ആളാണ്. ആ പുരുഷോത്തമനാണ് പറയുന്നത് പത്രമുതലാളിയെ ജയിലടയ്ക്കുമെന്ന്. പത്രമുതലാളിയാകട്ടെ പത്രക്കാരനാകട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന സ്വാതന്ത്ര്യം എന്താണ്? അറിയാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനും പുരുഷോത്തമനും ഉപയോഗിക്കുന്ന ഒരേ കാര്യമാണ്. പക്ഷേ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയേണ്ടവർ മിണ്ടാതെ ഇരുന്നാൽ ഒരു രാജ്യം എന്ത് ചെയ്യും? പുരുഷോത്തമൻ പറയൂ, നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് ഇത്ര നാളായിട്ടും ഇങ്ങനെ ഒരു വിഷയത്തിൽ പ്രതികരിക്കാത്തത്? അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളോട് തുറന്നു പറയണ്ടേ? ഇങ്ങനൊരു വലിയ അഴിമതി ആരോപണം നിരന്തരമായി വരുന്നു, ഒരു മാധ്യമം അത് കൊണ്ടുവരുന്നു. നിങ്ങൾ പറയുന്നത് പോലെ ഒരു മാധ്യമ മുതലാളി, ആ പത്രം വേണ്ട, ആ പത്രപ്രവർത്തകനും വേണ്ട, പക്ഷെ മറ്റു മാധ്യമങ്ങളെല്ലാം ഇതിനെ ഉദ്ധരിക്കുന്നു, ജനങ്ങളാകെ ആശങ്കയിലാകുന്നു. ഒരു പ്രധാനമന്ത്രി ഇപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കണ്ടേ ഈ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട്? പുരുഷോത്തമൻ, പ്രധാനമന്ത്രി
സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി സംസാരിക്കണം എന്ന് പറയാൻ ഞാനാളല്ല ആനന്ദേ. പ്രധാനമന്ത്രിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ വിഷയം റാഫേലാണല്ലോ. റാഫേൽ യുദ്ധവിമാനം മേടിച്ചു, അതിനുള്ള HAL കൊടുത്തില്ലെന്നൊക്കെയല്ലേ പറയുന്നത്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇതിനു മുമ്പ് HAL കൊടുത്തിട്ട് HAL ഉണ്ടാക്കിയിട്ടുള്ള ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സർക്കാരുകള് HAL കൊടുത്തിട്ട് ഉണ്ടാക്കിയ വിമാനങ്ങളുടെ കണക്കൊന്ന് പറയാമോ? ഡൊമിനിക് പ്രസന്റേഷൻ താങ്കൾ നേരത്തെ ഉണ്ടാക്കിയ വിമാനങ്ങൾ കുറ്റപ്പെടുത്തുകയല്ല. ഡൊമിനിക് പ്രസന്റേഷൻ ഒന്ന് പറയൂ. പിന്നെ ഒന്ന് അല്ല, ഡൊമിനിക് പ്രസന്റേഷൻ ഒന്ന് പറഞ്ഞു വിട്ടെ. താങ്കൾ ഒരു ചോദ്യം ചോദിക്കുകയല്ല, അതിന് മറുപടി വേണ്ടേ? സുഖോയ് 30 വിമാനങ്ങൾ ആരാണ്ടാക്കിയ? 4ാം തലമുറ വിമാനങ്ങൾ MiG-21. അത് MiG-20 എന്ന് പറയുന്ന വിമാനം നമ്മൾ മോഡേണൈസ് ചെയ്തെടുത്ത വിമാനമാണ്. ഇത് ഞാൻ ഡൊമിനിക് പ്രസന്റേഷൻ പറയണ്ടേ? ഇപ്പോഴത്തെ MiG-21 പഴയ MiG-20 വിമാനം എന്ന് പറയുന്നത് അത് നമ്മൾ മോഡേണൈസ് ചെയ്തെടുത്ത് നമ്മളുണ്ടാക്കിയ വിമാനമാണ്. അതെന്താ അങ്ങ് അറിയാത്തത്? അങ്ങറിയില്ല അത്? MiG-21 അത് റഷ്യൻ നിർമ്മിതമായ വിമാനം ഇവിടെ കൊണ്ട് നമ്മൾ മോഡേണൈസ് ഉപയോഗിച്ച വിമാനമാണ്. അതാണ് നമ്മൾ F-16 അടിച്ചിട്ടത്. ഇവിടെ കൊണ്ടുവന്ന് മോഡേണൈസ് ചെയ്തെടുത്ത വിമാനമാണത്. ഇവിടെ കൊണ്ടുവന്ന് അസംബ്ലി നമ്മൾ മോഡേണൈസ് ചെയ്ത് നമ്മുടെ ആ വിമാനം കൊണ്ട് F-16 അടിച്ചിട്ടത്. ചില സാങ്കേതിക വിദ്യകൾ കൂടി വേണ്ടേ പുരുഷോത്തമൻ? അതും നമ്മൾ വേണ്ടെന്ന് വെച്ചില്ലേ? പക്ഷെ പൈസ കൂടി, എണ്ണം കുറഞ്ഞ മൊത്തത്തിലാണ് ആശങ്കയാണ്. ഇവിടെ പറയൂ. അതാണ് ഞാൻ പറഞ്ഞത്. മോദി ഇവിടെ മൊബൈൽ ഉൾപ്പെടെ, വിമാനം ഉൾപ്പെടെ, കപ്പൽ ഉൾപ്പെടെ എല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കണം എന്നുള്ള വലിയ മനസ്സിന്റെ ലക്ഷ്യത്തിന്റെ ഉടമയാണ് നരേന്ദ്രമോദി. അതായത് ആ നിലയിൽ സ്റ്റാൻഡപ്പ് ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്ന മുദ്രാവാക്യം തന്നെ ഉണ്ടാക്കിയത്. ഇവിടെ എല്ലാം പണം കൊടുത്തിട്ട് കടക്കണിയില് ഇന്ത്യയുടെ ഖജനാവ് ദൂർത്തടിച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതല്ലാതെ ഒരെണ്ണ എക്സ്പോർട്ട് ചെയ്യാണ്ട് കേട്ടിട്ടുണ്ടോ? എക്സ്പോർട്ട് ചെയ്യാനുള്ള ഇന്ത്യയിൽ വിമാനങ്ങള്, യുദ്ധോപകരണങ്ങള്, മൊബൈലുകള് എല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കാനാണ് നരേന്ദ്രമോദി നിശ്ചയിച്ചുറപ്പിച്ചുള്ളത്. ഞാനൊരു ചെറിയ കൂട്ടിച്ചേർക്കൽ പുരുഷോത്തമനോട് ചോദിക്കുകയാണ്. ആ ഒരു നിലയിൽ ഒരു പ്രൊഫഷണലായി നമ്മുടെ റിലയൻസിനെ കണക്കിലെടുക്കുകയായിരുന്നു എന്നാണോ? അല്ല, അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണോ? അതായത് തീർച്ചയായും ഒരു സ്വതന്ത്രമായി എല്ലാ ശേഷിയുമുള്ള ഒരു ഇന്ത്യക്ക് ഒരു പ്രൊഫഷണലായ സ്ഥാപനം എന്ന നിലയിൽ റിലയൻസിനെ ആശ്രയിക്കേണ്ടി വരും എന്ന് തന്നെയാണോ? റിലയൻസിന് ഞാൻ ചോദിക്കട്ടെ, റിലയൻസിന്റെ കൂടെ ഈ കഴിഞ്ഞ 65 വർഷങ്ങള് റിലയൻസിന്റെ കൂടെ ആരായിരുന്നു? ധിരുഭായി അംബാനിയോടൊപ്പം പറയണോ? ശ്രീമതി ഇന്ദിരാഗാന്ധി മുതല് നരസിംഹറാവു വരെയുള്ള ആൾക്കാര്, ഇന്ദിരാഗാന്ധി മുതൽ നരസിംഹറാവു വരെയുള്ള കോൺഗ്രസ് പ്രധാനമന്ത്രിമാര്. മോദി ആവർത്തിക്കുന്നതും താങ്കളാണ്, പഴയ കാലത്തിന് സമാനമാണ് ഇപ്പോൾ എന്ന് പറയുന്നതും താങ്കളാണ്. അദ്ദേഹത്തോട് ചേർന്ന് പല കാര്യങ്ങളും ചെയ്തിട്ടില്ലേ? സജീഷ്, എന്താണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ വിഷയത്തിൽ? പുരുഷോത്തമൻ, ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, കോൺഗ്രസ് ഗവൺമെന്റ് ഒരു നിമിഷം ഈ അഴിമതിയെല്ലാം നടത്തിയിട്ട് അവസാനം ഇപ്പൊ നരേന്ദ്രമോദി ഒരു 4-5 വർഷമായിട്ട് പല കാര്യങ്ങളും അഴിമതി നടത്തിയപ്പോൾ ചോദിക്കുകയാണ്. ചെറിയൊരു മോഷ്ടാവായ എന്നെ കള്ളനെന്ന് വിളിക്കുകയാണോ എന്ന് പറഞ്ഞ പോലെ കുഴപ്പമില്ല. എൻ രാമും പ്രശാന്ത് ഭൂഷണും കോടതിയിൽ ഭീഷണിയൊക്കെ അവിടെ എൻ രാമും പ്രശാന്ത് ഭൂഷണും കോടതിയിൽ പറയേണ്ടി വരും. ശ്രീ പുരുഷോത്തമൻ, ഒരു നിമിഷം. ശ്രീ പുരുഷോത്തമൻ, സമയക്കുറവ് കൂടി കൊണ്ട് ഇടപെടുകയാണ്. ശ്രീ പുരുഷോത്തമൻ, ഭീഷണിയൊക്കെ 4 മടക്കാക്കി പൂട്ടി കീസലിട്ടാ മതി, അത് വേറെ വിഷയം. മാധ്യമപ്രവർത്തകരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് 4 മടക്കാക്കി കീസലിട്ടാ മതി, അതൊന്നും ഇവിടെ അടക്കാൻ വേണ്ടി പോണില്ല. മറ്റൊന്ന്, നിങ്ങൾ എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 65 വർഷമായി ഇന്ത്യയിൽ ഒന്നും നിർമ്മിച്ചിട്ടില്ല. ഒരു കാര്യം, നിങ്ങളുടെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പ്രകാരം തന്നെ ഇന്ത്യയിൽ മേക്കിംഗ് ഇന്ത്യയും പരാജയമാണ്, ഡിജിറ്റൽ ഇന്ത്യയും പരാജയമാണ്, സ്റ്റാർട്ടപ്പ് ഇന്ത്യയും പരാജയമാണ്, എല്ലാം പരാജയമാണ്. ഇത് ഇന്ത്യ കണ്ടു കഴിഞ്ഞു. അതിന്റെ വിലയിരുത്തൽ റിപ്പോർട്ട് ഉണ്ട്, നിങ്ങൾക്ക് എടുത്ത് പരിശോധിക്കാം. പിന്നെ ഒരു കാര്യം,
ഇവിടെ ഇപ്പോ റിലയൻസിനെ കൊണ്ടാണോ നിങ്ങൾ ഈ രാജ്യത്തെ വികസിപ്പിക്കാൻ ഉദ്ദേശിച്ചത്? നിങ്ങൾ ഇവർക്ക് പണം ഇഷ്ടം പോലെ വിതരണം ചെയ്യുകയാണ്. കഴിഞ്ഞ ബജറ്റിൽ നിങ്ങൾ ഇതേ റിലയൻസിന്റെ ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് 1000 കോടി രൂപ ശ്രേഷ്ഠ പദവി എന്ന് പറഞ്ഞു കൊടുത്തു. ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. എവിടെയാണ്, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് റിലയൻസ് ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്? നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? കടലാസ് കമ്പനിക്ക് നിങ്ങൾ റാഫേൽ വിമാനം ഉണ്ടാക്കാനുള്ള കരാർ കൊടുക്കുന്നു. കടലാസ് കമ്പനിക്ക്, കടലാസ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് 1000 കോടി കൊടുക്കുന്നു. നിങ്ങൾ റിലയൻസിനെ കൊണ്ട് ഈ രാജ്യം ഉണ്ടാക്കും. ഞങ്ങൾ റിലയൻസിനെ അല്ല ഈ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിച്ചത്. നിങ്ങൾ പച്ചയായ അഴിമതി നടത്തി. 500 പരം കോടിക്ക് രൂപയ്ക്ക് വാങ്ങേണ്ട ഒരു വിമാനം നിങ്ങൾ 1500 കോടിയിൽ പരം രൂപയ്ക്ക് വാങ്ങുമ്പോൾ അത് പച്ചയായ അഴിമതിയാണ്. ഇവിടെ വന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒറ്റ കാര്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട പുരുഷോത്തമൻ, ഈ രാജ്യവും ശരിയായ മാധ്യമ പ്രവർത്തകരും പറയുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി രാജാവ് നഗ്നനാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അദ്ദേഹത്തെ തുണി ഉടുപ്പിക്കൂ എന്നേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പറയാനുള്ളൂ. ശ്രീ ജീമോൻ, താങ്കളൊരു മാധ്യമ പ്രവർത്തകനല്ലേ? താങ്കൾ ഇപ്പോൾ ഈ ചർച്ച വീക്ഷിക്കുന്ന കുറച്ചുപേരെങ്കിലും അവരോട് എന്താണ് പറയുന്നത്? റിലയൻസ് ഒരു പ്രൊഫഷണലിസം ഇക്കാര്യത്തിലുള്ള കമ്പനിയാണ്. രാജ്യ സുരക്ഷ പോലെ ഒരു നിർണായകമായ ശ്രേണി അവരെ ഏൽപ്പിക്കുന്നു. ജനങ്ങൾ വിശ്വസിച്ചിരിക്കൂ എന്ന് ഒരു പ്രധാനമന്ത്രി പറയുന്നു. അദ്ദേഹം പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് പുരുഷോത്തമൻ പറയാൻ ശ്രമിച്ചു എന്നാണോ ജീമോൻ? റിലയൻസിന് ഈ കാര്യത്തിൽ യാതൊരു പരിചയസമ്പത്തുമില്ല. എന്നാൽ റിലയൻസിനേക്കാൾ കൂടുതൽ പരിചയസമ്പത്തുള്ള ഒരു ഗവൺമെന്റൽ ഓർഗനൈസേഷനായ ചെയർ, പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട്, എന്ത് കാരണങ്ങളാലാണെന്ന് എനിക്കറിയില്ല, ഈ കമ്പനിയെ റഫാൽ ഡീലിൻ്റെ 30,000 കോടി വരുന്ന ഇൻഡിജിനസ് മേക്ക് ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതൊരു കൈമാറ്റത്തിൽ നടത്തുന്ന, സാധാരണഗതിയിൽ ഇത്തരം വലിയൊരു കോൺട്രാക്റ്റ് ഒരു കമ്പനിക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ലാഭമാർക്കാണ്? കൊടുക്കുന്നവനും വാങ്ങുന്നവനുമാണ്. നമ്മൾ മുമ്പ് രാജീവ് ഗാന്ധി ബോഫോഴ്സ് കേസിൽ ഉണ്ടാക്കി എന്ന് പറയുന്ന 156 കോടി രൂപയുടെ ഡീലിലാണ് അദ്ദേഹത്തിന് ഒരു ഇലക്ഷനിൽ തോൽക്കേണ്ടി വന്നു. ഇപ്പൊ 156 കോടിക്ക് യാതൊരു സാങ്കത്യവുമില്ല. ഇപ്പൊ വരുന്ന കോടികളുടെ കണക്കുകളൊക്കെ 30,000 കോടി ലെവലിലുള്ള കണക്ക്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, സമയപരിമിതി കൊണ്ട് താങ്കൾ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യൂ. എന്താണ് ഈ ഘട്ടത്തിൽ പറയുന്നത്? കാരണം കോൺഗ്രസ് ഇത്ര നാളും ഭരണ പരിചയമുള്ള ഒന്നല്ലേ, നിങ്ങൾ ഒരുപാട് അഴിമതി നടത്തിയല്ലോ, അതിന്റെ ഒരു ചെറിയ അംശമല്ലേ എന്ന നിലയിലേക്കൊക്കെ പുരുഷോത്തമൻ വരുന്നു ചർച്ചയിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡൊമിനിക്. പുരുഷോത്തമൻ, ഇപ്പൊ ബോഫേഴ്സ് കേസിൽ JPC അന്വേഷണം നടന്നു. ഇപ്പോഴും അതിലെ 2 പ്രതികൾ ഇപ്പോഴും കോടതി വിട്ടേര ഹിന്ദുജ പ്രദേശത്തിൽ ഇപ്പോഴും കുറ്റവിമുക്തരാക്കിയിട്ടില്ല. ഞങ്ങളെ ചോദിത്രേ, എന്തുകൊണ്ട് അന്വേഷണങ്ങൾ മടിക്കുന്നു? ഇത് അതിനേക്കാളൊക്കെ എത്ര മടങ്ങ് അഴിമതി നടന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഇഷ്യൂ ആണ്. രേഖകൾ സംസാരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ നിങ്ങൾ അന്വേഷണത്തിന് തയ്യാറാകുന്നത് മാത്രമല്ല, അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയവരെ പ്രശാന്ത് ഭൂഷണെ വക്കീലിനെ അവരകത്താക്കുമെന്ന് പറയാണ്. ഇത് എന്ത് ജനാധിപത്യമാണ്? ഒരിക്കലും ഈ ഇഷ്യൂ ജനങ്ങൾ വിടില്ല, പ്രതിപക്ഷങ്ങൾ വിടില്ല. ഇത് ഏത് അറ്റം വരെ പോകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളും തയ്യാറാവും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഈ ചർച്ച ആരംഭിക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ തന്നെ സൂചിപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഒരു മാധ്യമത്തിന്റെ പ്രൈം ടൈം ഡിബേറ്റ് എന്ന നിലയിൽ ഇങ്ങനെ തന്നെ, നിങ്ങൾക്കവയെ മോഷ്ടിച്ച രേഖകൾ എന്ന് വിളിക്കാം, അത് ഞങ്ങളെ ബാധിക്കുന്നതല്ല. രേഖ ആര് കൈമാറിയെന്ന വിവരം ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും ലഭിക്കില്ല. പക്ഷേ രേഖകളും വാർത്തകളും സ്വയം സംസാരിക്കുന്നുണ്ട്. ആധികാരികമായ രേഖകളാണ് അവ. ഇത് ജനങ്ങൾ തന്നെ പരിശോധിക്കട്ടെ. നമ്മുടെ പ്രധാനമന്ത്രി അന്വേഷണത്തിന് വിധേയനാകാൻ തയ്യാറാണെന്നെങ്കിലും രാജ്യത്തിനോട് ഇതിനോടകം പറയാൻ മനസ്സ് കാണിക്കണമായിരുന്നു എന്ന് മാത്രം ന്യൂസ് ആൻഡ് വ്യൂസ് പറഞ്ഞു വെക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.